പോൾ ബ്രണ്ടൻ പാശ്ചാത്യ ലോകത്തുനിന്ന് കിഴക്കൻ ആത്മീയത അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു അപൂർവ ചിന്തകനാണ്. സന്യാസിമാരെയും യോഗികളെയും അത്ഭുതങ്ങളെയും വെറും കഥകളായി കാണാതെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. ആ അന്വേഷണത്തിന്റെ ഫലമായാണ് ലോകപ്രശസ്തമായ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന കൃതി പിറന്നത്. ഈ പുസ്തകം ഇന്ത്യയുടെ പുറംകാഴ്ചയല്ല പറയുന്നത്, മറിച്ച് സാധാരണ കണ്ണുകൾക്ക് മറഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യ ഇന്ത്യയെക്കുറിച്ചാണ്. യഥാർത്ഥ യോഗികൾ, ആത്മീയ ഗുരുക്കന്മാർ, മനസ്സിന്റെയും ആത്മാവിന്റെയും അഗാധതകൾ എല്ലാം തന്നെ പാശ്ചാത്യ ലോകത്തിന് ആദ്യമായി തുറന്നുകാട്ടിയ ഒരു അതുല്യ ആത്മീയ യാത്രാ വിവരണമാണ് സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ. സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാ അനുഭവത്തിന്റെ പുനർവിവരണമാണ്. വെയറിൻ ഐ ബൗ ടു ദ റീഡർ, അഥവാ ഇവിടെ ഞാൻ വായനക്കാരനോട് നമസ്കരിക്കുന്നു എന്നാണ് ഒന്നാം അധ്യായത്തിന്റെ പേര്. പോൾ ബ്രണ്ടൻ ഈ അധ്യായത്തിലൂടെ വായനക്കാരനോട് വിനയപൂർവമായ ഒരു അഭിവാദ്യമാണ് അർപ്പിക്കുന്നത്. നമുക്ക് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് പോകാം. ഇന്ത്യൻ ജീവിതത്തിന്റെ പഴയ ചരിത്ര പുസ്തകങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അപരിചിത ഭാഗം പാശ്ചാത്യ വായനക്കാരുടെ മനസ്സിലേക്കെത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പുരാതന കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യാത്രക്കാർ ഇവിടെ കണ്ട ഫക്കീർമാരെയും സന്യാസികളെയും കുറിച്ച് വിചിത്രമായ കഥകളുമായി യൂറോപ്പിലേക്ക് മടങ്ങിയിരുന്നു. ഇന്നത്തെ കാലത്തും ചില യാത്രക്കാർ അത്തരം അത്ഭുത കഥകൾ ആവർത്തിച്ചു പറയുന്നത് കേൾക്കാം. യോഗികൾ എന്നും ഫക്കീർമാരെന്നും വ്യത്യസ്തമായി വിളിക്കപ്പെടുന്ന ഈ രഹസ്യമയരായ മനുഷ്യരെ ചുറ്റിപ്പറ്റിയുള്ള കഥകളുടെ പിന്നിലെ യാഥാർത്ഥ്യമെന്താണ്? ഇന്ത്യയിൽ മനസ്സിന്റെ അപൂർവമായ വികാസം വാഗ്ദാനം ചെയ്യുന്ന ഒരു പുരാതന ജ്ഞാനപാരമ്പര്യം നിലനിൽക്കുന്നു എന്ന സൂചനകൾ ഇടയ്ക്കിടെ നമ്മുടെ ചെവിയിലെത്താറുണ്ട്. അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായി ഞാൻ ദീർഘമായൊരു യാത്ര ആരംഭിച്ചു. ഈ യാത്രയിൽ ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇനി വരുന്ന പേജുകളിൽ ചുരുക്കി അവതരിപ്പിക്കുന്നത്. ചുരുക്കി എന്നാണ് ഞാൻ പറയുന്നത്, കാരണം സമയത്തിന്റെയും ഇടത്തിന്റെയും പരിമിതികൾ കാരണം ഞാൻ കണ്ട പലരുടെയും പകരം ചിലരെ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഏറ്റവും ശ്രദ്ധേയരായി തോന്നിയവരെയും പാശ്ചാത്യ ലോകത്തിന് താൽപ്പര്യമുണർത്തുമെന്ന് തോന്നിയവരെയും മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. വലിയ ജ്ഞാനവും അസാധാരണ ശേഷികളും കൈവശമുണ്ടെന്ന് പറയപ്പെടുന്ന ചില വിശുദ്ധന്മാരെക്കുറിച്ച് ഏറെ കേട്ടിരുന്നു. അവരെ തേടി കത്തുന്ന പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളും കടന്ന് ഞാൻ യാത്ര ചെയ്തു. എന്നാൽ പലപ്പോഴും കണ്ടത് നിരാശപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. സത്യസന്ധതയില്ലാത്ത മൂഢന്മാർ, ഗ്രന്ഥങ്ങളുടെ വാക്കുകളിൽ കുടുങ്ങിയവർ, ഒന്നുമറിയാത്ത വയോധികർ, പണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കപടക്കാർ, ചെറിയ തന്ത്രങ്ങൾ മാത്രം അറിയുന്ന കൗശലക്കാരന്മാർ, ഭക്തിയുടെ മുഖംമൂടണിഞ്ഞ വഞ്ചകർ. ഇത്തരക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊണ്ട് എൻ്റെ എഴുത്ത് നിറയ്ക്കുന്നത് വായനക്കാരന് യാതൊരു ഗുണവും ഉണ്ടാക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനാൽ അവരെ തേടി നഷ്ടപ്പെടുത്തിയ സമയത്തിന്റെ കഥ ഞാനിവിടെ ഒഴിവാക്കുകയാണ്. സാധാരണ യാത്രക്കാർക്ക് അപൂർവമായി മാത്രമേ കാണാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഇന്ത്യയുടെ ഒരു അഗാധമായ വശം ഞാൻ നേരിട്ടനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചുവെന്ന് ഞാൻ വിനയത്തോടെ വിശ്വസിക്കുന്നു. ആ വിശാല ദേശത്ത് താമസിച്ചിരുന്ന ഇംഗ്ലീഷ് വംശജരിൽ പോലും ഈ വിഷയത്തെ ഗൗരവത്തോടെ പഠിക്കാൻ ശ്രമിച്ചവർ അത്യന്തം വിരളമായിരുന്നു. അവരിൽ തന്നെ ഔദ്യോഗിക പദവികളും സാമൂഹിക നിയന്ത്രണങ്ങളും വിട്ട് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് തുറന്നു പറയാൻ തയ്യാറായവർ വളരെ കുറവായിരുന്നു. ഇതിനാലാണ് ഈ വിഷയത്തെ സ്പർശിച്ച പല പാശ്ചാത്യ എഴുത്തുകാരും കടുത്ത സംശയദൃഷ്ടിയിലേക്ക് വഴുതിപ്പോകുന്നത്. അത്തരം സമീപനം സ്വഭാവതാലേ തന്നെ ദേശീയ ജ്ഞാനത്തിന്റെ പല ഉറവിടങ്ങളെയും അവർക്ക് ദൂരെയാക്കുന്നു. അതുപോലെ വിഷയത്തിന്റെ ആഴം ശരിക്കും അറിയുന്ന ഇന്ത്യൻ ചിന്തകരെയും ഗവേഷകരെയും അവരുമായി സംവദിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. മിക്കവാറും പാശ്ചാത്യർക്ക് യോഗികളെക്കുറിച്ചുള്ള അറിവ് അപൂർണമാണ്. അവരുണ്ടെന്നറിഞ്ഞാലും ഏറ്റവും ഉന്നതരായവരെക്കുറിച്ച് അവർക്കറിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള യഥാർത്ഥ യോഗികൾ ഇന്ന് അവരുടെ ജന്മദേശത്തു പോലും വിരളരാണ്. അവർ തങ്ങളുടെ ഉള്ളിലെ സിദ്ധികളെ പൊതുജനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും അറിവില്ലാത്തവരായി തന്നെ അഭിനയിക്കുന്നു. ഇന്ത്യയിലോ തിബറ്റിലോ ചൈനയിലോ അവരുടെ സ്വകാര്യതയിൽ ഇടിച്ചുകയറുന്ന പാശ്ചാത്യ യാത്രക്കാരെ അവഗണനയും അനഭിജ്ഞതയും നടിച്ച് അവർ അകറ്റിവിടും.
വലിയവനാകുന്നത് തെറ്റിദ്ധരിക്കപ്പെടുക തന്നെയാണ് എന്നൊരു ചിന്തയിൽ അവർക്കെന്തോ അർത്ഥം തോന്നിയേക്കാം. എങ്കിലും അവർ പൊതുവെ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. നേരിട്ട് കണ്ടാലും ദീർഘകാല പരിചയമില്ലാതെ അവർ മനസ്സു തുറക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടുതന്നെ പാശ്ചാത്യ ലോകത്ത് ഈ യോഗികളുടെ വിചിത്രമായ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടത് വളരെ കുറവാണ്. എഴുതിയതും മങ്ങിയതായി തന്നെ നിലനിൽക്കുന്നു. ഈ കൃതിക്ക് ഞാൻ രഹസ്യ ഇന്ത്യ എന്ന പേരു നൽകിയതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി കൗതുകദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞുകിടന്ന, പുറത്തുള്ള ലോകത്തോട് സ്വയം അകലം പാലിച്ചിരുന്ന ഇന്ത്യയുടെ ഒരു അപൂർവ മുഖത്തെക്കുറിച്ചാണിത് സംസാരിക്കുന്നത്. ഇന്ന് ആ മറഞ്ഞ ലോകത്തിൻ്റെ ചുരുക്കം ചില അവശേഷിപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ. യോഗികൾ തങ്ങളുടെ അറിവ് അത്യന്തം രഹസ്യമായി സൂക്ഷിച്ച രീതി ഇന്നത്തെ ജനാധിപത്യ ചിന്തകൾക്ക് സ്വാർത്ഥമായി തോന്നിയേക്കാം. എന്നാൽ ചരിത്രത്തിൻ്റെ ദൃശ്യവേദിയിൽ നിന്ന് അവർ ക്രമേണ അപ്രത്യക്ഷമായതിൻ്റെ ഒരു കാരണം അതുതന്നെയാണെന്ന് പറയാം. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഇംഗ്ലീഷുകാർ താമസിക്കുന്നു. ഓരോ വർഷവും നൂറുകണക്കിന് പേർ സന്ദർശിക്കുന്നു. എങ്കിലും ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് ലോകമേറ്ററിക്കേണ്ട ഏറ്റവും വിലയേറിയ സമ്പത്ത്, കപ്പലുകളിൽ കയറ്റിവരുന്ന മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും വിലയേറിയ അറിവ് അവർക്കറിയുന്നവർ അത്യന്തം വിരളമാണ്. യോഗസിദ്ധന്മാരെ തേടി വഴിമാറി സഞ്ചരിക്കാൻ തയ്യാറായവർ അതിലും കുറവാണ്. ഒരു ഏകാന്ത ഗുഹയിലോ ശിഷ്യന്മാർ നിറഞ്ഞൊരു മുറിയിലോ ഇരിക്കുന്ന അർദ്ധനഗ്നനായ ഒരാൾക്കു മുന്നിൽ തല കുനിയാൻ 1000-ൽ ഒരാൾ പോലും തയ്യാറാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തരത്തിലുള്ള അദൃശ്യമായ സാമൂഹിക ഭിത്തി കാരണം നല്ല സ്വഭാവവും മികച്ച ബുദ്ധിശക്തിയുമുള്ള ആളുകൾ പോലും പെട്ടെന്ന് അവരുടെ ബ്രിട്ടീഷ് കോളനികളിലെ സൗകര്യങ്ങളിൽ നിന്നെടുത്ത് ഒരു യോഗിയുടെ ഗുഹയിലെത്തിച്ചാൽ ആ സാന്നിധ്യം അവർക്ക് അസ്വസ്ഥവും ആ ആശയങ്ങൾ ദുരൂഹവുമായി തീരും. എങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ, സൈനികനായാലും ഉദ്യോഗസ്ഥനായാലും വ്യാപാരിയായാലും യാത്രക്കാരനായാലും യോഗിയുടെ പായയിലിരിക്കാൻ തയ്യാറാകാത്തതിനാൽ അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സാമ്രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കേണ്ടതെന്ന ബാധ്യത മാറ്റിവെച്ചാലും സാധാരണയായി അവർ കാണുന്ന സോ കോൾഡ് വിശുദ്ധന്മാർ ആകർഷിക്കുന്നതിനേക്കാൾ വെറുപ്പാണുണ്ടാക്കുന്നത്. അത്തരം ആളുകളെ ഒഴിവാക്കുന്നത് നഷ്ടമല്ല. എന്നിരുന്നാലും വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിച്ചിട്ടും ഒരു ഇന്ത്യൻ സന്യാസിയുടെ ബുദ്ധിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്താണെന്നറിയാതെ തന്നെ പലരും ഈ ദേശം വിടുന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ്. തൃച്ചിനാപ്പള്ളിയിലെ മഹത്തായ പാറക്കോട്ടയുടെ നിഴലിൽ വെച്ച് ഒരു കോക്നി ഇംഗ്ലീഷുകാരനുമായി നടത്തിയ സംഭാഷണം എനിക്കിന്നും വ്യക്തമായി ഓർമ്മയുണ്ട്. 20-ലധികം വർഷങ്ങൾ അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിൽ ഉയർന്ന ഉത്തരവാദിത്വമുള്ള പദവിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പലതും ചോദിച്ചതിനു ശേഷം ഞാൻ എൻ്റെ പതിവ് ചോദ്യം ഉന്നയിച്ചു: നിങ്ങൾ ഒരിക്കലും യോഗികളെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം കുറച്ച് ആശ്ചര്യത്തോടെ എന്നെ നോക്കി പറഞ്ഞു, യോഗികളോ? അതെന്താ, ഏതെങ്കിലും ജീവിവർഗമാണോ? ഇംഗ്ലണ്ടിലെ സ്വന്തം നാട്ടിൽ മാത്രം ജീവിച്ച ഒരാളായിരുന്നെങ്കിൽ ഈ അജ്ഞാനം ക്ഷമിക്കാവുന്നതായിരുന്നു. എന്നാൽ 26 വർഷത്തെ ഇന്ത്യൻ വാസത്തിനു ശേഷവും ഇത്രയും അനായാസമായ അജ്ഞാനം, അതെനിക്ക് അത്ഭുതകരമായി തോന്നി. അതിന് ഞാൻ ചോദ്യം ചെയ്തില്ല. ഹിന്ദുസ്ഥാനിലെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ അഭിമാനം പൂർണ്ണമായി മാറ്റിവെച്ചു. നിറമോ വേഷമോ നോക്കാതെ മനുഷ്യ സ്വഭാവത്തിന് ആദരം നൽകി. സൂക്ഷ്മമായ മുൻവിധികൾ ഒഴിവാക്കി ബുദ്ധിപരമായ സഹാനുഭൂതിയോടെ അവരെ സമീപിച്ചു. ജീവിതം മുഴുവൻ സത്യം തേടിയ ഞാൻ അതേത് രൂപത്തിൽ വന്നാലും സ്വീകരിക്കാൻ മനസ്സ് തുറന്നിരുന്നു. അതുകൊണ്ടുതന്നെയാണ് ഈ അനുഭവങ്ങൾ രേഖപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞത്. കപടവിശ്വാസികളും സ്വയം സന്യാസികളെന്ന് വിളിക്കുന്നവരും നിറഞ്ഞ ഒരു കൂട്ടത്തിലൂടെ വഴി തേടി ഞാൻ യഥാർത്ഥ ഗുരുക്കന്മാരുടെ പാദങ്ങളിലിരുന്നു. ഇന്ത്യൻ യോഗത്തിൻ്റെ സത്യസന്ധമായ ഉപദേശങ്ങൾ നേരിട്ടറിഞ്ഞു. പല ഏകാന്ത ആശ്രമങ്ങളിലായി തവിട്ട് നിറമുള്ള മുഖങ്ങൾ ചുറ്റുമിരിക്കെ അന്യമായ ഭാഷകൾ കേട്ട് ഞാൻ നിലത്തിരുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന യഥാർത്ഥ യോഗികളെ ഞാൻ തേടിക്കണ്ടെത്തി. അവരുടെ ഗൂഢമായ ഉപദേശങ്ങൾ വിനയത്തോടെ കേട്ടു. ബനാറസിലെ ബ്രാഹ്മണ പണ്ഡിതന്മാരുമായി മണിക്കൂറുകളോളം സംസാരിച്ച് മനുഷ്യം ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ മനസ്സിനെ അലട്ടിയ തത്വചിന്താ ചോദ്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തു. ഇടയ്ക്കിടെ അത്ഭുത പ്രദർശകരെയും മായാജാലക്കാരെയും കാണാനും സമയം കണ്ടെത്തി.
ചില വിചിത്ര സംഭവങ്ങൾ എൻ്റെ യാത്രാമാർഗത്തിൽ ഇടപെട്ടു. ഇന്നത്തെ യോഗികളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നേരിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. പത്രപ്രവർത്തകനെന്ന നിലയിലെ അനുഭവം കുറഞ്ഞ സമയത്തിനുള്ളിൽ ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്താൻ എനിക്ക് സഹായകമായി. എഡിറ്റോറിയൽ മേശയ്ക്കരികിൽ നിന്ന് നീലപേന കൊണ്ട് അനാവശ്യങ്ങളെ മുറിച്ചെറിയാൻ പഠിച്ച പരിശീലനം സത്യവും അസത്യവും വേർതിരിക്കാൻ എന്നെ കടുത്ത വിമർശകനാക്കി. ചീഞ്ഞ വസ്ത്രം ധരിച്ച ഭിക്ഷാടകരിൽ നിന്ന് സമ്പന്നരായ കോടീശ്വരന്മാരോളം എല്ലാ തലങ്ങളിലുമുള്ള മനുഷ്യരുമായി ഇടപഴകിയ അനുഭവം ഇന്ത്യയുടെ വർണ്ണാഭമായ ജനക്കൂട്ടങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് ആ അപൂർവ മനുഷ്യരെ, യോഗികളെ തേടാൻ എനിക്ക് ചെറിയൊരു സൗകര്യം നൽകി. എന്റെ ജീവിതത്തിന്റെ മറ്റൊരു വശത്ത് പുറമെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ട ഒരു അന്തർജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. ഒഴിവു സമയത്തിന്റെ വലിയൊരു ഭാഗം അപൂർവ ഗ്രന്ഥങ്ങളുടെ പഠനത്തിനും മനഃശാസ്ത്രപരമായ കുറച്ചുപേർ മാത്രമേ അറിയുന്ന പരീക്ഷണ പഥങ്ങൾ അന്വേഷിക്കാനുമായിരുന്നു. കാലങ്ങളായി അഗാധമായ ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങളിലേക്കാണ് എന്റെ അന്വേഷണം നീണ്ടത്. ഇതോടൊപ്പം തന്നെ കിഴക്കൻ ലോകത്തോടുള്ള ഒരു സ്വാഭാവിക ആകർഷണം എനിക്ക് ജന്മസിദ്ധമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് മുമ്പേ തന്നെ കിഴക്ക് എന്റെ ആത്മാവിനെ പിടിച്ചുലച്ചിരുന്നു. ഒടുവിൽ ഇംഗ്ലീഷിൽ ലഭ്യമായ പരിധിവരെ ഏഷ്യയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളും പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളും മഹർഷികളുടെ ചിന്താലേഖനങ്ങളും ഞാൻ പഠിക്കാൻ തുടങ്ങി. ഈ ഇരട്ട അനുഭവങ്ങൾ എനിക്ക് വലിയൊരു ഗുണമായി. ജീവിതത്തിന്റെ രഹസ്യങ്ങളെ തേടുന്ന കിഴക്കൻ സമീപനങ്ങളോടുള്ള സഹാനുഭൂതി, വസ്തുതകൾ വിമർശനാത്മകമായും നിഷ്പക്ഷമായും കണ്ടെത്തണമെന്ന് എന്റെ ശാസ്ത്രീയ മനോഭാവത്തെ മങ്ങിയാക്കാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചില്ല. ആ സഹാനുഭൂതിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ സാധാരണ ഒരു ഇംഗ്ലീഷുകാരൻ കാലുകുത്താൻ മടിക്കുന്ന ഇടങ്ങളിലേക്കും ആളുകളിലേക്കും ഞാൻ കടന്നുകയറാൻ കഴിയുമായിരുന്നില്ല. അതേസമയം കർശനമായ ശാസ്ത്രീയ സമീപനമില്ലായിരുന്നെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ കാടിലേക്ക് ഞാൻ വഴിതെറ്റിപ്പോകുമായിരുന്നുവെന്നതിൽ സംശയമില്ല. പരസ്പരം വിരുദ്ധമായി തോന്നുന്ന ഈ രണ്ട് ഗുണങ്ങളും സംയോജിപ്പിക്കുക എളുപ്പമായിരുന്നില്ല. എങ്കിലും അവയെ സമതുലിതമായി നിലനിർത്താൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു. ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ ലോകത്തിന് പഠിക്കാനൊന്നുമില്ലെന്ന് ഞാൻ വാദിക്കാനില്ല. പക്ഷേ ഇന്ത്യയുടെ ഭൂതകാലത്തിലെ മഹർഷികളിൽ നിന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന ചിലരിൽ നിന്നും നമ്മൾ പഠിക്കാനുള്ളത് ഏറെയുണ്ടെന്ന് ഞാൻ ഉറച്ചു പറയുന്നു. പ്രധാന നഗരങ്ങളും ചരിത്ര സ്മാരകങ്ങളും കണ്ടു തീർത്ത ശേഷം ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ നിന്ദിച്ചു മടങ്ങുന്ന പാശ്ചാത്യ യാത്രക്കാരൻ്റെ വിലയിരുത്തൽ ഒരുവിധം ന്യായമായിരിക്കാം. എന്നാൽ ഒരു ദിവസം കൂടുതൽ വിവേകമുള്ള ഒരു യാത്രക്കാരൻ ഉയർന്നുവരും. അവൻ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്ര അവശിഷ്ടങ്ങളെയോ ദുർവൃത്ത ജീവിതം നയിച്ച രാജാക്കന്മാരുടെ മാർബിൾ കൊട്ടാരങ്ങളെയോ തേടില്ല. പകരം നമ്മുടെ സർവകലാശാലകൾ പഠിപ്പിക്കാത്ത ജ്ഞാനം വെളിപ്പെടുത്താൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന സന്യാസികളെ തേടും. ഈ ഇന്ത്യക്കാർ വെറും ഉഷ്ണമേഖലാ സൂര്യനടിയിൽ കിടന്നുറങ്ങുന്ന അലസരാണോ? ലോകത്തിന് വിലപ്പെട്ട ഒന്നും അവർ ചിന്തിച്ചിട്ടില്ലയോ? അവരുടെ ഭൗതികക്ഷയവും ബുദ്ധിപരമായ ശൈഥില്യവും മാത്രം കാണുന്ന യാത്രക്കാരൻ ദൂരെയൊന്നും കണ്ടിട്ടില്ല. അവഹേളനത്തിനു പകരം ചിന്തയും ആദരവും കാണിച്ചാൽ മൂടിയ അധരങ്ങളും അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. നൂറ്റാണ്ടുകളായി ഇന്ത്യ മയങ്ങിക്കിടന്നുവെന്ന് സമ്മതിക്കാം. ഇന്നും ഈ ദേശത്ത് 14-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് കർഷകരുടെ അവസ്ഥയോട് സാമ്യമുള്ള അജ്ഞതയും ബാലിശമായ അന്ധവിശ്വാസവും ലളിതമായ മതബോധവും ചേർന്ന ജീവിത വീക്ഷണവും പങ്കിടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നതും നിഷേധിക്കാനാവില്ല. ദേശീയ വിജ്ഞാന കേന്ദ്രങ്ങളിലെ ചില ബ്രാഹ്മണ പണ്ഡിതർ നമ്മുടെ മധ്യകാല പണ്ഡിതന്മാരെ പോലെ തന്നെ അർത്ഥശൂന്യമായ വാദങ്ങളിൽ ജീവിതം കളയുന്നുവെന്നും സമ്മതിക്കാം. എങ്കിലും ഇതെല്ലാം മറികടന്ന് യോഗ എന്ന പുതുപേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുതെങ്കിലും അമൂല്യമായ സാംസ്കാരിക അവശിഷ്ടം ഇപ്പോഴും നിലനിൽക്കുന്നു. പാശ്ചാത്യ ശാസ്ത്രങ്ങൾ നൽകുന്നതിന് തുല്യമായ മൂല്യം മനുഷ്യർക്ക് നൽകാൻ ഇതിന് കഴിവുണ്ട്. യോഗം മനുഷ്യശരീരത്തെ പ്രകൃതി ഉദ്ദേശിച്ച ആരോഗ്യமான നിലയിലേക്ക് അടുപ്പിക്കാനാകും. ആധുനിക സംസ്കാരത്തിന്റെ അത്യാവശ്യ ആവശ്യങ്ങളിലൊന്നായ മനസ്സിന്റെ ശാന്തത നൽകാനാകും. അതോടൊപ്പം പരിശ്രമിക്കാൻ തയ്യാറുള്ളവർക്ക് ആത്മീയ സമ്പത്തുകളുടെ ദീർഘകാല വഴിയും തുറക്കും. ഈ മഹത്തായ ജ്ഞാനം ഇന്ത്യയുടെ ഇന്നലെയുടേതാണ്. ഇന്നത്തെ ഇന്ത്യയിൽ അത് വിരളമായി മാത്രം നിലനിൽക്കുന്നുവെന്നും ഞാൻ സമ്മതിക്കുന്നു.
ഒരു കാലത്ത് മഹാനായ ഗുരുക്കന്മാരും വിശ്വസ്ത ശിഷ്യന്മാരുമുണ്ടായിരുന്ന ഈ വിജ്ഞാനം അത്യധികമായ രഹസ്യവൽക്കരണം മൂലം വ്യാപിക്കാതെ ചുരുങ്ങിപ്പോയതാകാം. അതിനെക്കുറിച്ച് എനിക്കുറപ്പോടെ പറയാൻ കഴിയില്ല. അതിനാൽ പാശ്ചാത്യ സഹോദരന്മാരോട് ഒരുപക്ഷേ ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. പുതിയൊരു മതം തേടി കിഴക്കോട്ട് നോക്കേണ്ട, മറിച്ച് നമ്മുടെ നിലവിലെ ചിന്താഗൂഢാലോചനയിൽ ചേർക്കാൻ കഴിയുന്ന ചില അറിവ് തുള്ളികൾ തേടുക. ബെർണൂഫ്, കോൾബ്രുക്ക്, മാക്സ് മുള്ളർ പോലുള്ള പണ്ഡിതർ ഇന്ത്യയുടെ സാഹിത്യസമ്പത്ത് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ദേശത്തെ അന്യവിശ്വാസികൾ നമ്മുടെ അജ്ഞാനം കരുതിയതുപോലെ മൂഢന്മാരല്ലെന്ന സത്യം യൂറോപ്യൻ പണ്ഡിതർ തിരിച്ചറിഞ്ഞു. കിഴക്കൻ വിജ്ഞാനം പാശ്ചാത്യർക്കുപകാരമില്ലെന്നവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം ശൂന്യതയാണ് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പഠനത്തെ മൂഢത എന്ന് പരിഹസിക്കുന്നവർ സ്വന്തം ചുരുങ്ങിയ ചിന്താവലയം മാത്രമാണ് അവിടെ തെളിയിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ബ്രിസ്റ്റോളിൽ ജനിച്ചതോ ബോംബെയിൽ ജനിച്ചതോ എന്ന ഭൂമിശാസ്ത്ര അപകടം മാത്രമേ നിശ്ചയിക്കുന്നുവെങ്കിൽ സംസ്കൃത മനുഷ്യൻ എന്ന പേരിന് നാം അർഹരല്ല. കിഴക്കൻ ആശയങ്ങളെ പൂർണ്ണമായി അടച്ചുവെക്കുന്നവർ ഉന്നത ചിന്തകൾക്കും ആഴമുള്ള സത്യങ്ങൾക്കും വിലപ്പെട്ട മനഃശാസ്ത്രജ്ഞാനത്തിനും ഒരുപോലെ വാതിലടയ്ക്കുകയാണ്. കിഴക്കിൻ്റെ ഈ പഴക്കമേറിയ വിജ്ഞാനലോകത്ത് ചില അപൂർവ സത്യങ്ങളും അതിലും അപൂർവമായ ജ്ഞാനരത്നങ്ങളും കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ തിരയുന്നവൻ്റെ ശ്രമം ഒരിക്കലും വ്യർത്ഥമാകില്ല. പുണ്യാത്മാക്കളെ, 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യണേ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.